വെങ്ങാനൂർ ചാവടിനട ഏലയിൽ ലക്ഷങ്ങളുടെ കൃഷിനാശം. 25ഓളം ലക്ഷം രൂപയുടെ കൃഷിനാശമുണ്ടായെന്ന് കൃഷിക്കാർ. തോട്ടിലെ ബണ്ട് പൊട്ടിയാണ് മഴവെള്ളം മൊത്തം വയലിലേക്ക് ഇറങ്ങിയത്. മരച്ചീനി, വാഴ, ചീര, വെള്ളരി, പടവലം തുടങ്ങി എല്ലാ കൃഷിയും നശിച്ചതായാണ് നാട്ടുകാർ പറയുന്നത്. ഈ ഭാഗത്ത് മാത്രമായി 15 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. വെങ്ങാനൂർ പഞ്ചായത്തില് ഇവിടെ ഗംഗാർ എന്ന് പറഞ്ഞ ഒരു തോടുണ്ട്. ആ തോട് കാലാകാലങ്ങളിലായി ഇവിടെ കൃഷിക്കാർ മുള വിളിച്ചിട്ടും ഈ ബണ്ട് നന്നാക്കി ഈ തോട് താഴ്ത്തി ചെയ്യാത്ത ഒരു സ്ഥിതിയാണുള്ളത്. ഇവിടെ ലക്ഷക്കണക്കിനെന്ന് പറയുന്നത് ഇവിടെ എത്രയോ ഹെക്ടർ സ്ഥലമാണ്, നിലങ്ങളാണ് ഈ പാട്ടത്തിനടുത്ത് കൃഷികൾ ചെയ്യുന്നത്. ഇവിടെ ഈ മേലധികാരികളടുത്ത് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശമാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാഴ, മരച്ചിനി, ചീര, പയറ്, പടവലം, വെണ്ട, മറ്റ് ഭക്ഷ്യവസ്തുക്കൾ ഈ ഉണ്ടാക്കി വച്ചയ്ക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം ഈ വെള്ളത്തിൽ കൂടെ വഴിയും വിഴിഞ്ഞം കടപ്പുറത്താണ് ചെന്ന് ഇത് അവസാനിക്കുന്നത്. ഒരു കാരണവശാലും അത് പറഞ്ഞിട്ട് ഇവര് ഒരു പരാതിയും സ്വീകരിക്കാത്ത മട്ടിലാണ് ഇവിടെ ഇപ്പം നിലവിലുള്ളത്. ഇതിപ്പം കണക്കാക്കി നോക്കിയ ഏകദേശം ഒരു 25-50 ലക്ഷം 50 ലക്ഷം രൂപയ്ക്ക് മുന്നോട്ടുള്ള നഷ്ടമാണ് ഓരോ കൃഷിക്കാർക്കും ഇപ്പം വന്നിരിക്കുന്നത്. ഇവിടെ കൂടുതൽ പച്ചക്കറികള്, വാഴ, ഏത്തവാഴ, മരച്ചിനി, പയറ്, പടവലം, ഇങ്ങനെ ഈ കൃഷി ജീവിക്കുന്ന ആൾക്കാരാണ് ഈ കൂടുതലും ഉള്ളത്. വെങ്ങാനൂർ ഏലയിലെ കർഷകർക്ക് വളരെ ദുരിതമാണ് സംഭവിച്ചിരിക്കുന്നത്. പഞ്ചായത്തോ സംസ്ഥാന ഗവൺമെന്റ് അധികാരികളോ തോടുകൾ കൃത്യമായി ശുചിയാക്കത്തിന്റെ ഫലമായി തോട് വളരെ ഉയർന്നാണ് കിടക്കുന്നത്. അതുമൂലം കർഷകർക്ക് അവരുടെ വാഴ, മരച്ചിനി, ഇതൊക്കെ പച്ചക്കറി, ഇതെല്ലാം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ്. MLA ഫണ്ട് ഉപയോഗിച്ചോ പഞ്ചായത്തിന്റെ അധികാരികളോ ഈ തോട് ഉപയോഗമാക്കാൻ വർഷങ്ങളായി ശ്രമിക്കുന്നില്ല. കർഷകരുടെ നിരന്തര പരാതികൾ ഉണ്ടായിട്ടും ഏകദേശം 10 വർഷത്തോളമായി ഈ തോട് വൃത്തികരിച്ചിട്ടുണ്ട്. വെങ്ങാനൂർ കൃഷി ഓഫീസർ സ്ഥലത്തെത്തി. സ്ഥലം സന്ദർശിച്ചതിനു ശേഷം 25 ഹെക്ടർ കൃഷിഭൂമിക്കാണ് നാശം സംഭവിച്ചിരിക്കുന്നതെന്ന് കൃഷി ഓഫീസർ ശ്രീജ പറഞ്ഞു. ബണ്ട് പുനർനവീകരിക്കണമെന്ന് വർഷങ്ങളായി കർഷകർ ആവശ്യപ്പെടുന്നു. എന്നാൽ ഇതുവരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്നാണ് കൃഷിക്കാരും നാട്ടുകാരും പറയുന്നത്. എത്രയും പെട്ടെന്ന് ഈ അവസ്ഥയ്ക്കൊരു